ഇന്ന് പെസഹ വ്യാഴമാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽകഴുകൽ ശുശ്രൂഷകളും നടക്കും. ആൻമരിയ സണ്ണി ഇപ്പോൾ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ആൻമരിയ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതായത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുൻപായി യേശുക്രിസ്തു 12 ശിഷ്യന്മാരോടുമൊപ്പം അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കലായിട്ട് ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിലാണ്. ഇവിടെ സിറോ മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഏകദേശം ഒരു 6:30ക്കാണ് വിശുദ്ധ കുർബാന തുടങ്ങുന്നത്. 6:30യോട് കൂടി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. അതിനുശേഷം ഈ വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ച് തന്നെ സിറോ മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവ് വിശുദ്ധ കുർബാന ചൊല്ലുകയും അതോടൊപ്പം തന്നെ കാലുകഴുകൽ ശുശ്രൂഷയ്ക്കും അപ്പം മുറിക്കലിനും നേതൃത്വം നൽകും. ഇപ്പോൾ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ ഈ ദേവാലയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. നിരവധി കണക്കിലുള്ള എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഇന്ന് പെസഹ ആചരിക്കുകയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശുദ്ധ വാരാചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അതായത് ആ ഒരു വിശുദ്ധ വാരാചരണം, അത് ആ നോമ്പിന്റെ ആ ഒരു തീവ്രതയിലേക്ക് കടന്നു ചെന്നെത്തുകയാണ്. പെസഹ ബുധന് ശേഷവും ദുഃഖവെള്ളിക്ക് മുൻപായി നടക്കുന്ന ഈ പെസഹ വ്യാഴം എന്ന് പറയുന്നത് ഈ താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ച അരയിൽ ചുറ്റി യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിലൂടെ അതിന്റെ ആ എളിമ, അല്ലെങ്കിൽ എത്രത്തോളമാണ് എളിമ എന്നുള്ള കാരണം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ശിഷ്യന്മാരുടെ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ ആ സിറോ മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവ് ആ കുട്ടിയുടെ മുഖത്ത് തടുമ്പോൾ തന്നെ അത് ആ ഒരു തീവ്രത എന്താണ്, തന്റെ എളിമ എന്താണ് എന്ന് യേശുക്രിസ്തു കാണിച്ചു തന്നതുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. 6:30യോട് കൂടി തന്നെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം തുടങ്ങും. അതിനുശേഷം കാലുകൾക്ക് ശുശ്രൂഷയും ഉണ്ടാകും, അപ്പമുറക്കൽ ശുശ്രൂഷയും ഉണ്ടാകും. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയുടെ മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങളിലും പല സമയങ്ങളിലായിട്ടായിരിക്കും വിശുദ്ധ കുർബാന നടക്കുന്നതും. ഉന്മേഷ്, ആൻമരിയ സണ്ണിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രാർത്ഥനകൾ നടക്കാൻ പോവുകയാണ്.